നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ നേരിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാനായി മന്ത്രിപ്പട ഒന്നാകെ ഒരു ബസ്സിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓടി നടന്നത് നമ്മളാരും മറന്നു കാണാനിടയില്ല. നവകേരള ബസ്സും ജീവൻ രക്ഷാ പ്രവർത്തനവുമൊക്കെ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റൂ. എന്തായാലും ആ യാത്ര കെങ്കേമമായിരുന്നുവെങ്കിലും ഓപ്പറേഷൻ സക്സസ് രോഗി ഡെഡ് എന്ന രീതിയിലായിരുന്നു അതിന്റെ ഫലം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയപ്പോൾ 20-ൽ ആകെ ഒരെണ്ണമാണ് LDF കിട്ടിയത്. അതും മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് കഷ്ടിച്ചു നേടിയ ജയം കൊണ്ട് മാത്രം. MLA-മാരായിരുന്ന KK ശൈലജയും വി ജോയിയും ഒക്കെ പരാജയം ഏറ്റുവാങ്ങിയത് CPM-ന് കനത്ത തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ചും വടകരയിൽ KK ശൈലജയുടെ 1 ലക്ഷത്തിനു മേൽ ഭൂരിപക്ഷത്തിന്റെ പരാജയം. എന്തായാലും കേരള സർക്കാർ ഏപ്രിൽ മാസം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും നവകേരളത്തിന്റെ പേരിൽ യാത്ര തുടങ്ങുകയാണ്. മന്ത്രിമാരെ നാട്ടുകാർക്ക് വിശ്വാസമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ എന്തോ ഇത്തവണ മന്ത്രിമാരും MLA-മാരും ഒന്നും ഇറങ്ങുന്നില്ല. പകരം കുറെ വോളണ്ടിയേഴ്സിന് പരിശീലനം നൽകി അവരെയാണ് വീട് വീടാന്തരം പറഞ്ഞു വിടുന്നത്. 10 കൊല്ലത്തെ ഭരണ മികവ് കൊണ്ടു ചെന്നാൽ പ്രതികരണം ഏത് തരത്തിലാവുമെന്ന ആശങ്ക മുഖ്യനുണ്ടെന്ന് സാരം. കർമ്മസേന അംഗങ്ങൾ എന്ന് പേരിട്ട കുറെ പാവങ്ങൾക്കാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിലുള്ള ഈ പരിപാടിയിലൂടെ ഭരണ മികവിന്റെ പ്രതികരണം ഏറ്റുവാങ്ങാനുള്ള വിധി. ഇതിന്റെ പ്രചരണ വീഡിയോ ഇതിനോടകം തന്നെ പബ്ലിക് റിലേഷൻ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തവണ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് നാട്ടിലെ സഖാക്കളെ പോലും കിട്ടാനുണ്ടാവില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നവകേരള ബസ് യാത്ര കൊണ്ട് 19 സീറ്റ് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി കൊണ്ട് ബാക്കിയുള്ള ഒന്നുകൂടി പോവാതിരിക്കട്ടെ എന്ന് ആശിക്കാം. ഇല്ലെങ്കിൽ ഗോവിന്ദൻ മാഷുടെ തെരഞ്ഞെടുപ്പ് വിശകലനമൊക്കെ കേട്ട് മലയാളികളുടെ തലച്ചോറ് തന്നെ മരവിച്ചു പോകും. ഈ പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് മുൻപ് CPM ചേരിയിൽ ഉണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് കൂടി വായിച്ച് വീഡിയോ അവസാനിപ്പിക്കാം. നവകേരളം സർവേ CPM പ്രചരണത്തിന് ചെറിയാൻ ഫിലിപ്പ് 20 കോടി രൂപ മുടക്കി കേരള സർക്കാർ നവകേരളം സർവേ നടത്തുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള CPM-ന്റെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു ഉപാധിയായി മാത്രമാണ്. സർവേ നടത്തുന്നതിന് 85,000 പേരുടെ സന്നദ്ധ സേനയെ തിരഞ്ഞെടുത്തത് CPM പ്രാദേശിക ഘടകങ്ങളാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വളരെ പിന്നോട്ടു പോയ CPM-ന്റെ ജനസമ്പർക്ക പരിപാടിയാണ് സർക്കാർ ചിലവിൽ നടത്തുന്നത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്ന ലഘുലേഖ എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നു. ജനാഭിപ്രായം സമാഹരിക്കുന്ന വസ്തുനിഷ്ഠമായ സർവേ നടത്തിയാൽ അത് കേരളത്തിലെ വികസന തകർച്ചയെക്കുറിച്ചുള്ള കുറ്റപത്രമായിരിക്കും. അതിദാരിദ്ര്യമുക്ത കേരളം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് വ്യാജ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ലൈഫ്, ആർദ്രം വിദ്യാഭ്യാസ യജ്ഞം, ഹരിത കേരളം, റീബിൽഡ് കേരളം എന്നീ മിഷനുകളെ 2ാം പിണറായി സർക്കാർ കുഴിച്ചുമൂടി. വിദേശ നിക്ഷേപ സമാഹരണത്തിന് ലോക കേരള സഭ, ആഗോള നിക്ഷേപ സംഗമം തുടങ്ങിയ മേളകൾ നടത്തിയെങ്കിലും വ്യവസായ നിക്ഷേപം ധാരണാപത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. കാർഷിക മേഖലയിൽ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും കേരളം റിവേഴ്സ് ഗിയറിലാണ്. ഗുരുതരമായ വിദ്യാഭ്യാസ നിലവാര തകർച്ച മൂലം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നു. സർക്കാർ ആശുപത്രികൾ EGN തൊഴുത്തായതിനാൽ മഹാഭൂരിപക്ഷം കേരളീയരും ചികിത്സാ ചൂഷണമാക്കിയ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നു. വമ്പിച്ച പ്രതീക്ഷയായിരുന്ന IT, ടൂറിസം മേഖലകൾ തകർന്നു തരിപ്പണമായി. കേരളത്തിന്റെ സഞ്ചിത പൊതുകടം 5 ലക്ഷം കോടി രൂപയായെങ്കിലും എടുത്തു പറയത്തക്ക വികസന സംരംഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കേരളയിൽ വെറും പ്രചരണ തട്ടിപ്പായിരുന്നു. K-ഫോൺ മിക്കയിടത്തും ഉപയോഗക്ഷമമല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭീമമായ നഷ്ടത്തിലാണ്. ധനസമാഹരണത്തിന് സർക്കാർ കണ്ടെത്തിയ കിഫ്ബി ഒരു വെള്ളാനയായി മാറി.